ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ തൈര് എത്ര പേര് യൂസ് ചെയ്യാറുണ്ട്, ഇന്ന് തൈരിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ തൈര് യൂസ് ചെയ്യുന്നവരാണെങ്കിലും യൂസ് ചെയ്യാത്തവരാണെങ്കിലും ഇനി യൂസ് ചെയ്യാൻ പോണവർക്കാണെങ്കിലും ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തൈര് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, തൈരിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താൽ പേര് തൈര് ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. ഞാൻ തൈരിൻ്റെ ഒരു ഫാൻ ഗേളാണ് കേട്ടോ. ഞാൻ എൻ്റെ ചെറുതിലേ മുതൽ ഞാൻ യൂസ് ചെയ്ത് വരുന്ന ഒരു സംഭവമായിരുന്നു തൈര്. പഴയ പിക്സൊക്കെ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് സൈഡിൽ കൊടുത്തേക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ടാൻ അടിച്ചൊരു കാലം ഉണ്ടായിരുന്നു ഗൈസ്. ഭയങ്കരമായിട്ട് ടാൻ അടിച്ച് ഭയങ്കരമായിട്ട് കറുത്ത് ഇരുണ്ടുപോയൊരു ടൈം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഫുൾ ടൈം വെയിലത്തായതുകൊണ്ടൊക്കെ തന്നെ. അപ്പോൾ ആ ഒരു ടൈമിൽ നിന്ന് എനിക്ക് ഭയങ്കര മാറ്റം വരാൻ കാരണം അതിലെ മെയിൻ ഫേസ് പാക്സും എല്ലാത്തിലും മെയിനായിട്ട് ഒരു പങ്ക് വഹിച്ചത് എന്ന് പറയാം തൈരാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തൈര് അത്രയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചെറുതിലെ, അതായത് നമ്മുടെ ചെറിയ ക്ലാസ് മുതലേ ഞാൻ തൈര് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ഡെയിലി ക്ലാസ്സിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ ടാനൊക്കെ അടിച്ച് നമ്മൾ അന്നൊക്കെ ഇങ്ങനെ മുഖമൊന്നും നോക്കാറില്ലല്ലോ. അപ്പോൾ എങ്ങനെ പോയാലും നമ്മൾ വെയിൽ കൊള്ളാറുണ്ട്. അപ്പം ഞാൻ വീട്ടിലെത്തുമ്പോൾ എന്തായാലും വെറുതെ മുഖത്തിടാറുണ്ട്. അപ്പം തന്നെ നമ്മുടെ ടാനും മാറും കേട്ടോ. അങ്ങനെ ഡെയിലി ഞാൻ യൂസ് ചെയ്ത് വരാം. തൈരും പഞ്ചസാരയും കൂടി ഇട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലസ്സി ഉണ്ടല്ലോ, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ കഴിക്കാറില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഷുഗർ കട്ടാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ വെറുതെ തൈര് ഒക്കെ കഴിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കഴിക്കണ കാര്യമല്ല, നമ്മുടെ സ്കിന്നിനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അങ്ങനെയാണ്. ടാൻ മാറാൻ ഇതിലും അടിപൊളിയായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് വേറെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്തിട്ട് അലർജിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എന്തായാലും ഈ ഒരു തൈര് ഡെയിലി നിങ്ങളുടെ ഡെയിലി റൊട്ടീനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് തൈര്. തൈര് വെറുതെ ഇട്ടാൽ വരെ നമ്മുടെ ടാൻ കംപ്ലീറ്റ്ലി മാറും കേട്ടോ. ഞാൻ ഇപ്പോൾ പുറത്ത് പോയി വരുവാണെങ്കിൽ തന്നെ തൈര് വെറുതെ ഇടും, അല്ലെങ്കിൽ തൈര് കടലമാവും കൂടി ഇടും, അല്ലെങ്കിൽ തൈരും കടലമാവും മഞ്ഞളും കൂടി ഇടാറുണ്ട്. പിന്നെ തൈര് തക്കാളി നീരുണ്ടല്ലോ, തക്കാളി നീരും തൈരും കൂടി ഭയങ്കര ബെസ്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ അതേപോലെ തൈര് ഹണി, അല്ലെങ്കിൽ തൈര് മാത്രമായിട്ട്, അല്ലെങ്കിൽ തൈര് കടലമാവ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിൻ നല്ലോണം വൈറ്റനാവും, നല്ലോണം ബ്രൈറ്റനാവും കേട്ടോ. അപ്പോൾ തൈരിലുണ്ടാവുന്ന ലാക്റ്റിക് ആസിഡാണ് നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്ത് നമ്മുടെ സ്കിൻ ഗ്ലോ ആക്കാനായിട്ട് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് ഈ ടാൻ മാറാനായിട്ട് എന്താ ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും അവർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് തൈര് വെറുതെ എങ്കിലും നമ്മുടെ ഫേസിൽ ഇടാനായിട്ട്. തൈരും ഓട്സ് പൊടിയും അടിപൊളിയാണ് കേട്ടോ. പിന്നെ തൈര് കപ്പങ്ങ അടിപൊളിയാണ്. കപ്പങ്ങ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂട്ടോ. അത്രയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടലായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് തൈരും കടലമാവും. അപ്പം ഞാൻ എപ്പോഴും ടാൻ അടിച്ച് വരുന്ന ടൈമിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത്, നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന എന്താണോ അതാണ് നമ്മൾ ആ ടൈമിൽ ഫേസിൽ ഇടാറുള്ളൂ. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടുന്ന നമ്പർ 1 ആയിട്ടുള്ളൊരു സംഭവം തൈരാണ്. പിന്നെ കോഫി പൗഡർ എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടാറുണ്ട്. ടാനും കോഫി പൗഡറും, പിന്നെ ഓട്സിൻ്റെ പൊടി, അതേപോലെ കഞ്ഞിവെള്ളം, പപ്പായ, ഹണി, ഇത്രയാണ് എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടാറുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു ഫേസ് പാക്കൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ടാനൊക്കെ അടിച്ച് വരുന്ന ടൈമിലാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഒന്നില്ലെങ്കിൽ തൈര് മാത്രമായിട്ട് മുഖത്തിടും, അല്ലെങ്കിൽ തൈരും കോഫി പൗഡർ ഉണ്ടല്ലോ, കോഫി പൗഡർ സാധാ കോഫി പൗഡർ അല്ല, ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എന്താ വെച്ചാൽ എനിക്ക് സാധാ കോഫി പൗഡർ ഇടുമ്പോൾ മുഖത്ത് കറുത്ത് പോണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതെൻ്റെ ഒരു വിശ്വാസമാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എപ്പോഴും വർക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഇടാറുണ്ട്, അല്ലെങ്കിൽ തൈര് മാത്രമായിട്ട് ഇടും കേട്ടോ. പിന്നെ ഫ്രീ ആയിട്ട് ഞാൻ തൈരും കഞ്ഞിവെള്ളവും, അതേപോലെ ഓട്സിൻ്റെ പൗഡർ അല്ലെങ്കിൽ കടലമാവ്, പിന്നെ കപ്പങ്ങയും കൂടി അരച്ചിട്ട് മുഖത്തിടാറുണ്ട്. ഭയങ്കര ഡ്രാസ്റ്റിക് റിസൾട്ടായിരിക്കും കേട്ടോ കിട്ടുക. എന്ന് വെച്ചാൽ അത്രയ്ക്ക് കിട്ടില്ല റിസൾട്ടാക്കി നമ്മുടെ ടാൻ അപ്പം തന്നെ മാറും കേട്ടോ ഈ ഒരു ഫേസ് പാക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ടാനൊക്കെ അടിച്ച് വരാണെങ്കിൽ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു 2 സംഭവങ്ങളാണ്. ഈ സംഭവങ്ങളൊന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒരു തൈര് മാത്രമായിട്ടെങ്കിലും മുഖത്തിട്ടാൽ മതി കേട്ടോ. ഭയങ്കര റിസൾട്ടാണ്. എൻ്റെ വീട്ടിൽ എനിക്ക് തൈര് എനിക്ക് മാത്രമല്ല വീട്ടുകാർക്ക് എല്ലാവർക്കും തൈര് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എപ്പോഴും തൈര് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എനിക്ക് കുറച്ച് കട്ടി ക്രീമി ആയിട്ടുള്ള തൈര് ഉണ്ടല്ലോ, എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആ
തൈരാണ് എപ്പോഴും വാങ്ങാറ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും തൈര് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ എപ്പോഴും ഒരു തൈര് വാങ്ങിച്ച് വെക്കുക കേട്ടോ. ഇപ്പോൾ വെള്ളം പോലെ ഇരിക്കുന്ന തൈരാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കുറച്ചും കൂടി നല്ലത് ക്രീമി ആയിട്ടുള്ള തൈരാണ്, കഴിക്കാനും നല്ലതാണ് ഗൈസ്. അപ്പോൾ ഈ തൈരിൽ നാച്ചുറൽ ആയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവാനും ടാനൊക്കെ മാറാനും സ്കിൻ നല്ല എക്സ്ഫോളിയേറ്റ് ആവാനും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ വെയിറ്റ് ഗെയിൻ ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് തൈര് നമ്മുടെ ഫുഡിൻ്റെ ഒപ്പം ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ലസ്സി ആയിട്ട് കുടിക്കാം, അതിനൊക്കെ നല്ലതാണ്. പിന്നെ പ്രോബയോട്ടിക്സ് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു മീലാണ് തൈര്. അപ്പോൾ തൈര് ജസ്റ്റ് ഒന്ന് ലഞ്ച് ടൈമിൽ തൈര് ഉൾപ്പെടുത്തണം, നല്ലതായിരിക്കും. വൈകിട്ട് തൈര് കഴിക്കണ്ട എന്നാണ് എല്ലാവരും പറയാറ്, അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ വൈകിട്ടല്ലാണ്ട് നമുക്ക് ലഞ്ച് ടൈമിൽ തൈര് കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ, കഴിക്കുന്നവരാണെങ്കിൽ കഴിക്കാം. എനിക്ക് നല്ലോണം എൻ്റെ ഒരു 21-22 വയസ്സിൽ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് തൈരും മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ കടലമാവ്, ബദാമിൻ്റെ ഓയിലുണ്ടല്ലോ, ബദാം ഓയിൽ, പിന്നെ നാരങ്ങാനീര്, മറ്റേ ടൊമാറ്റോൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നാരങ്ങാനീര് ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യാറുണ്ട്, അത് ഡെയിലി യൂസ് ചെയ്യണം നല്ലതല്ലോ. ബാക്കിയെല്ലാം ഞാൻ മിക്കപ്പോഴും ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര റിസൾട്ടായിരുന്നു കേട്ടോ കിട്ടിയിരുന്നത്. ആ ടൈമിൽ നമുക്ക് സമയമുണ്ടായി. ഇപ്പം ഞാൻ പല ഫേസ് പാക്സ് ഇങ്ങനെ നോക്കുന്നുണ്ട്, അത് എന്നെ ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റാറില്ല. അതെനിക്ക് ഭയങ്കര റിസൾട്ട് വന്നിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അത് നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസും ആണല്ലോ, കടലമാവ്, മഞ്ഞൾപ്പൊടി, തൈര്, ടൊമാറ്റോ ജ്യൂസും പിന്നെ ബദാം ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ബദാം ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്താണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അടിപൊളി ഫേസ് പാക്ക് ആയിരുന്നു. എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ളൊരു ഫേസ് പാക്ക് ആയിരുന്നു. തൈര് ഇതുവരെയും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂസ്ലി തൈര് മാത്രമായിട്ടോ അല്ലെങ്കിൽ തൈരും കടലമാവോ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ എല്ലാ ദിവസവും ഒരാഴ്ച മൊത്തം ഒന്ന് ഡെയിലി യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് എന്തോരം വിസിബിൾ റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ഈ തൈരിടും വഴി നമ്മുടെ ഫേസിൻ്റെ ഒരു ടോപ്പ് ലെയർ ആണ് പോകുന്നത്. അപ്പോൾ ടോപ്പ് ലെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ പിഗ്മെൻറ്റേഷൻ, ടാനിങ്, അതേപോലെ ചെറിയ പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നല്ലോണം ഫെയ്ഡ് ചെയ്യാൻ നല്ലതാണ് ഈ തൈര് യൂസ് ചെയ്യണ വഴി. എന്നും പറഞ്ഞ് ഒരുപാട് അങ്ങോട്ട് വെടുക്കും എന്നല്ല ഞാൻ പറയുന്നത്, നല്ലൊരു വിസിബിൾ റിസൾട്ട് നമുക്ക് കിട്ടും. ഈ ഡെയിലി അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റൊട്ടീനിൽ ഇത് ഉൾപ്പെടുത്തുവാണെങ്കിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ വെയിറ്റ് ഗെയിനൊക്കെ തൈര് നല്ലതാണ്, സ്കിന്നിന് അടിപൊളിയാണ്. പിന്നെ ഡാൻഡ്രഫ്, ഹെയർ നോക്കുകയാണെങ്കിൽ ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ ഈ തൈര് എന്തായാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ. തൈര് വെറുതെ ആണെങ്കിലും നമ്മുടെ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ഡാൻഡ്രഫ് മാറും കേട്ടോ. ഡാൻഡ്രഫ് മാറാൻ അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. തൈരും മുട്ടയുണ്ടല്ലോ, എഗ് വൈറ്റ് അല്ലെങ്കിൽ എഗ് മൊത്തത്തിൽ ഇടുന്നത് നല്ലതാണ്. തൈര്, എഗ് വൈറ്റ്, ബനാന, ഇതിൻ്റെ ഒരു ഹെയർ പാക്ക് നമ്മുടെ ഹെയറിൽ ഇടുവാണെങ്കിൽ നല്ലോണം മുടി വളരുകയും ചെയ്യും. മുടിക്ക് നല്ലൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റും ആണ്. അതേപോലെ ഡാൻഡ്രഫ് മാറാനും തൈര് നല്ലതാണ്. അപ്പോൾ ഇത്രയും നാളായിട്ട് തൈര് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഇനി തൈരൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. അടിപൊളിയായിട്ട് നല്ലോണം നിങ്ങളുടെ സ്കിന്നിനും ആണെങ്കിലും ഹെൽത്തിനാണെങ്കിലും ഹെയറിനാണെങ്കിലും നല്ലോണം വർക്ക് ചെയ്യും കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് എപ്പോഴും യൂസ് ചെയ്യാറ്, അത് അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ മടിച്ചിക്കാണ്ട് എല്ലാവരും ഒന്ന് തൈര് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ.